ഇനി ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ഞാൻ ഇതിനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതാ എല്ലാം നല്ലവണ്ണം അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊന്ന് കടുക് താളിച്ച് ഒന്ന് ഗ്യാസിലോട്ടൊന്ന് ചീനിച്ചട്ടിയിലോ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ചീനിച്ചട്ടിയിലോട്ടൊന്ന് ഇടട്ടെ. ഇതാ കടുകൊക്കെ താളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് സവാളയെല്ലാം കൂടെ ഇതിലോട്ടിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിടാവേ. അപ്പോൾ അത് നല്ലവണ്ണം വെന്ത് കിട്ടും. ഓക്കെ, ഇത് അടച്ചിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 2-3 പീസ് ഇഞ്ചി ഞാനൊന്ന് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇതുകൂടെ ഞാനൊന്ന് ഇടണേ. അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇഞ്ചി ഉണ്ട്, ഓപ്ഷനിലാണ്. ഇഞ്ചി ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ അതുകൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചിടട്ടെ. അതൊന്ന് കിടന്ന് വേവിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്തോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഈ സൈഡിലോട്ടൊന്ന് പതുക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല ഞാനിത് തരിതര പൊടിച്ചെടുത്തതാണ്. നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചില്ല, തരിതര പൊടിച്ചതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഇതൊന്ന് പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറും. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചിടാവേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്ടോ എല്ലാം മുളകെല്ലാം നല്ലവണ്ണം മിക്സായി ഇരിപ്പുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1/4 മുറി തേങ്ങ തിരുവിയിട്ട് അതിൻ്റെ ഒരു പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. അതൊന്നൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് റെഡിയാവും. ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇത്രയും സമയം നമ്മൾ വച്ചിരുന്നത് സിമ്മിലായിരുന്നു വച്ചിരുന്നത്, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോയി. ഇനി കൂട്ടി വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മാറ്റാം. ഓക്കെ, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ലവണ്ണം ഉരുളക്കിഴങ്ങ് വറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയും നല്ല കട്ടിയും നല്ല മണമുണ്ട്. അല്പം ഇഞ്ചി കൂടെ ഇട്ടതുകൊണ്ട് നല്ല ഒരു മണവും ഉണ്ട് ഉരുളക്കിഴങ്ങ് കറിക്ക്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കണേ. ഓക്കെ, ബൈ.